എന്നിട്ട് തിരികെ വന്ന് പൂജാമുറിയിൽ കയറി ഒരു വിളക്ക് കത്തിക്കണം. എന്നിട്ട് ഉറക്ക നാരായണ 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 എന്ന് ജപിക്കണം. ഈ നാരായണ വിളി കേട്ടിട്ട് എല്ലാരും ഞെട്ടി ഉണരണം. നാരായണ എന്നാണോ നിന്റെ അച്ഛന്റെ പേര്? കുന്തം. അങ്ങേരെ പേര് വേലായുധം പിള്ളേതായിരുന്നു. കൃതിക എന്താ വല്യമ്മ? എന്റെ മുറിയിൽ പോയി എന്റെ ഫോണിങ് എടുത്തോണ്ടാ മോളെ. ആ കുട്ടി നിങ്ങളെ വേലക്കാരിയൊന്നുമല്ല, മന്ത്രിയുടെ മോളാ. അങ്ങനെയാണ് അറിയാൻ നിങ്ങളെ കഥ കഴിയും. ഞാൻ അടുത്ത ദിവസം മന്ത്രി ഒന്ന് കണ്ടാലോ? കണ്ടോ രാധമ്മേ? രാധമ്മ പറയുന്നത് പോലെ ഒന്നും അല്ല. ഈ കൊച്ചിന് അഹങ്കാരം ഒന്നും കൂടിയിട്ടില്ല. ഓ 10 പുത്തൻ കയ്യിൽ വന്നാ ഇവിടെ ഓരോരുത്തരുടെ അഹങ്കാരം കാണണം. എന്റെ അമ്മയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അളിയന്റെ അമ്മ എന്ന ബഹുമാനത്തിലാ ഇവൻ നിങ്ങളോടൊക്കെ മിണ്ടണത്. എന്നാ ആ ബഹുമാനം നിങ്ങളോട് എനിക്കില്ല. അങ്ങനെ ഈ കുട്ടി എന്റെ മരുമകളായി വന്നെങ്കിലും ഇരിക്കുന്ന അവൾ എന്റെ മകള് തന്നെയാ. നിങ്ങളുടെ അഭ്യാസമൊന്നും ഈ കുട്ടിയോട് വേണ്ട. പറഞ്ഞേക്കാം. വർമ്മ സാറാണല്ലോ. ആ സാർ, ആ എത്തിയേക്കാം. ഇല്ലില്ല, ലേറ്റ് ആവില്ല. ഞങ്ങൾ ഉടനെ വരാം സാറേ. ആ എന്താടാ? ആ ഞാനും മാഡം കൂടി ഉടനെ വീട്ടിലേക്ക് ചെല്ലാൻ സാറ് പറഞ്ഞു. ആ മാഡം റെഡിയാവും. അമ്മേ, ഞങ്ങളെന്നാ പോയിട്ട് വരാം. ഓ, എന്റെ അനുവാദം എന്തിനാ? നിനക്ക് മഹാറാണിയെ കിട്ടിയിട്ടുണ്ടല്ലോ. നീ അവളുടെ പുറകെ ഇങ്ങനെ നടന്നോ? നാശം പിടിക്കാൻ. മോളെ, ചെറിയ അമ്മമ്മ നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട്. എന്തോ കാര്യമുണ്ട്. നീ പേടിക്കണ്ട മോളെ. അമ്മമ്മയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. നിങ്ങളോട് എന്തോ പറയണം, അതിനാ വിളിപ്പിച്ചത്. നിങ്ങൾ വളരെ പെട്ടെന്ന് എത്തിയല്ലോ. എന്നവാ നീ എന്താ മടിച്ചിരിക്കുന്നത്? ചെല്ലു രാജു. യാമിനി, എന്താ ചേച്ചി? ഇവരെന്താ രാവിലെ തന്നെ? ആ, എനിക്കറിയില്ല. അമ്മ വിളിപ്പിച്ചതാ. അറിയാമെങ്കിലും ഇവള് പറയില്ല. ഇവരൊക്കെ ഒരു യൂണിയനാ. അവിടെ ഇണങ്ങിയും പിണങ്ങിയൊക്കെ ജീവിക്കുന്നതിനപ്പുറം എന്ത് സുഖ വേറെ ഉള്ളത്? പിന്നെ രാധമ്മ, എന്തായാലും രാജുവിന്റെ അമ്മയല്ലേ രാധമ്മ. തന്നെയുമല്ല, രാധമ്മയുടെ ശരിയായ സ്വഭാവം എനിക്കറിയാവുന്നതല്ലേ. ഇതൊക്കെ അങ്ങ് മാറിക്കൊള്ളു രാജു. രാധമ്മയ്ക്ക് എന്നോടുള്ള ദേഷ്യം ഒരു ഫീലിങ്സിൽ നിന്നുണ്ടായതാ. രാജു എന്നെ വിവാഹം കഴിക്കില്ലെന്ന് രാധമ്മ മനസ്സിൽ ഉറപ്പിച്ചപ്പോഴാ രമ്യയുടെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തത്. ആ വാക്ക് തെറ്റിക്കേണ്ടി വന്നില്ലേ? ചിലർക്ക് വാക്ക് വ്യത്യാസം വരുത്തുന്നത് അവരെ കൊല്ലുന്നതിന് തുല്യ. അതുകൊണ്ട് രാധമ്മയുടെ ദേഷ്യമൊക്കെ പതുക്കെ മാറിക്കോളും. യു ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ശരി, നമുക്ക് വീട്ടിലേക്ക് പോവാം. രാജു, മറ്റൊരു കാര്യമുണ്ട്.
എന്റെ പേരിലെ സ്വത്തുക്കളെല്ലാം എഴുതി തന്ന കാര്യം വല്യമ്മയും ചേട്ടനും അറിയണ്ട. ഞാൻ കോടീശ്വരിയാണെന്നൊക്കെ അറിഞ്ഞ അവര് ഫേക്കായ സ്നേഹമായിട്ട് വരും. ആ ഡ്രാമ എനിക്ക് സഹിക്കില്ല. അതുകൊണ്ട് അതൊന്നും തൽക്കാലം ആരും അറിയണ്ട. ദൈവമേ, ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴിയിലേക്കാണല്ലോ എന്റെ ജീവിതം പോകുന്നത്. എന്താ പിന്നെ ഒരു ആലോചന? ഏയ് നത്തിങ്. അല്ല, രാജന് ഓഫീസിൽ പോണ്ടേ? ആ പോണം. എന്നാ പോയിക്കോ, ഞാൻ നടന്നു പോയിക്കോളാം. വേണ്ട, ഞാൻ കൊണ്ടുവിടാം. തൊട്ടപ്പുറത്തല്ലേ വീട്, ഞാൻ നടന്നു പോയിക്കോളാം. അംബിക ഇപ്പൊ വന്നതിന്റെ കാര്യം എന്താന്ന് പറയും. അമ്മേ, ജ്ഞാനപ്പാനയുണ്ടോ? പൂന്താനത്തിന്റെ ജ്ഞാനപ്പാന. ആഹാ, അംബിക ഇപ്പൊ വായിക്കുന്നത് ജ്ഞാനപ്പാനയാണോ? അല്ല, യൂട്യൂബിൽ കിട്ടും. പക്ഷേ അതൊന്ന് വായിച്ചു നോക്കാന്ന് കരുതി. ഞാനേ അത് വായിച്ച് മനപ്പാടാക്കിയത് കൊണ്ട് ഇപ്പൊ ആ പുസ്തകന്റെ കയ്യിലില്ല. സാരമില്ല, ഞാൻ വാങ്ങിച്ചോളാം. അല്ലമ്മേ, ഇന്നിവിടെ വക്കീല് വരികയോ എന്തൊക്കെയോ ഡിസ്കഷൻ നടക്കുകയൊക്കെ ചെയ്തല്ലോ. എന്താ അമ്മേ കാര്യം? ഓഹോ, അപ്പൊ അതാണ് ജ്ഞാനപ്പാന. പൂന്താന നമ്പൂതിരി മരിച്ചുപോയത് ഭാഗ്യം. ഇന്നിവിടെ നടന്ന കാര്യങ്ങളൊക്കെ അംബികയ്ക്ക് അറിയണം. അല്ല, ഞാൻ ഈ വീട്ടിലൊരു അംഗം ആയതുകൊണ്ട് ചോദിച്ചു പോയതാ. പറയാൻ എനിക്ക് മനസ്സില്ലെങ്കിലും